ഈ മെറ്റൽ ഷീറ്റേ തുരുമ്പിച്ച് താഴേക്ക് വീണെങ്കിലും നമ്മുടെ കോഴിക്കോടിന് ഫങ്ഷനിങ്ങിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ അഡീഷണൽ ഒരു സാധനം അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പം ഈ ഷീറ്റ് ഇനി നമുക്ക് വെക്കാൻ പറ്റില്ല, ഇത് മാറിയേ പറ്റൂ. മെറ്റലല്ലാതെ ഏത് ഷീറ്റാണ് നമുക്കവിടെ വെക്കാൻ പറ്റുക? തുരുമ്പിക്കരുത്. കോഴിയുടെ കാഷ്ടം ഡെയിലി വീഴും, പിന്നെ ഡെയിലി നമ്മളിത് വെള്ളം ഒഴിച്ച് കഴുകുകയും ചെയ്യും. ഈ രണ്ട് കാര്യവും വരുമ്പോൾ തുരുമ്പെടുക്കാത്ത ഏത് മെറ്റീരിയലാണോ അത് വെച്ച് നമുക്ക് അവിടെ ഫ്രെയിം അടിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് കേടുപറ്റിയതാണ് നമ്മുടെ കൂടിന്, അല്ലാതെ കോഴിക്കൂടിന് ആശ്രയിച്ചൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ കൊടുത്ത എക്സ്ട്രാ മെറ്റൽ ഫ്രെയിമിനും മെറ്റൽ വർക്കിനും അതുമാത്രം നമുക്കൊന്ന് റിപ്പയർ ചെയ്യണം. ഹലോ, വെൽക്കം ബാക്ക്. കുറേയേറെ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ കോഴിക്കൂടിൻ്റെ വിശേഷങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത്രയൊരു ലോങ് ഗ്യാപ്പ് വരാൻ കാരണമുണ്ട്. കാലപ്പഴക്കം കൊണ്ട് അവന് പല മാറ്റങ്ങളും സംഭവിച്ചു. വർഷങ്ങളെടുക്കുമ്പോഴേ പല കാര്യങ്ങൾക്കും പല മാറ്റങ്ങളും വരും. ഇതേ നമ്മുടെ കോഴിക്കൂടിൻ്റെ ഈ മെറ്റൽ ഫ്രെയിമിന് അടിയിലായിട്ട് ഒരു സാധനം തൂങ്ങിക്കിടക്കണേണ്ട. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മെറ്റൽ ഷീറ്റ് തുരുമ്പിച്ച് താഴേക്ക് വീണതാണ്. എൻ്റെ ഈ കോഴിക്കൂടെ ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഏകദേശം 6 വർഷത്തിൽ കൂടുതലായി, ഏതാണ്ട് 7 വർഷത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ എനിക്കിതൊന്നും ഉപദ്രവം ചെയ്തിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഈ മെറ്റലാണ്, അതുകൊണ്ടാണ് അത് ദ്രവിച്ചത്. മെറ്റലല്ലാതെ ഏത് ഷീറ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണേ. ഇതാണ് എൻ്റെ കോഴിക്കൂടിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. പ്രസൻറ്റ് സിറ്റുവേഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഷീറ്റാണെങ്കിലോ ചക്ക വീണ് ചളുങ്ങിപ്പോയി. പിന്നെ നമ്മുടെ മെറ്റൽ പീസസ്, നമ്മുടെ കോഴിക്കൂട് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ദ്രവിച്ചിരിക്കുക. കോഴിയുടെ കാഷ്ടമേ നല്ല കെമിക്കലുള്ളതാണല്ലോ, ആ കെമിക്കലെല്ലാം കൂടെ വീണ് ഈ ഒരു അവസ്ഥയിലെത്തി. കോഴിക്കൂടിൻ്റെ ഫങ്ഷനിങ്ങൊക്കെ അതേപടി തന്നെ നടക്കുന്നു. കോഴിയുടെ കാഷ്ടം നമ്മുടെ ഷീറ്റിൽ വീഴുന്നു, ഷീറ്റിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ കഴുകി ഒഴിക്കുന്നു, ഇത് അതേപടി ബയോഗ്യാസിലേക്കും പോകുന്നു. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇനി മാറ്റങ്ങൾ വരും. അതിനു മുമ്പായിട്ട് നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റൂ. അപ്പം ഞാൻ എൻ്റെ ഈ ഫ്രെയിമെല്ലാം മാറ്റി ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. സോ ആദ്യമേ നമുക്ക് മാറ്റേണ്ടത് നമ്മുടെ മെറ്റൽ മെഷ്. ഇത് നമ്മുടെ കാക്കയും കീരിയും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മെഷാണ്. ഇത് ഡിറ്റാച്ചബിളാണ്. അതെടുത്ത് നമുക്ക് മാറ്റി ഇങ്ങോട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ ഷീറ്റ് ഓപ്പണായി. പക്ഷേ ഇത് കംപ്ലീറ്റ് തുരുമ്പിച്ചിരിക്കുകയാണ്. ഈ എൻഡിലെല്ലാം തുരുമ്പെടുത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേ നമ്മുടെ ഷീറ്റ് തുരുമ്പിച്ച് താഴേക്ക് വീണുപോയി. അവിടെ ഞാൻ ഇങ്ങനൊരു തടിയുടെ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കാഷ്ടമെല്ലാം നേരെ നമ്മുടെ മണ്ണിൽ വീഴും. മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വൃത്തികേടാകും. ഇതാകുമ്പോൾ നമുക്ക് ഈ തടി പീസ് എടുത്ത് കഴിയാൽ മതി. പിന്നെ നമ്മുടെ ഈ കോഴിക്കൂട് ഹോൾഡ് ചെയ്യുന്നത് ഒരു മെറ്റൽ ഫ്രെയിമിലാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള കാഷ്ടം വീഴലും വെള്ളവും എല്ലാം കൂടെ ചേർന്നത് ഈ ഫ്രെയിമും പൊട്ടും. ഇത്രയൊക്കെ ഇനി റിപ്പയർ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പം നമ്മളുടെ മുന്നിലുള്ള മെയിൻ ക്വസ്റ്റ്യൻ, ഈ ഒരു ഷീറ്റ് എങ്ങനെ തുരുമ്പിക്കാത്ത ഒരെണ്ണം ഇടാൻ പറ്റും? ലോങ് ലാസ്റ്റിക് ആയിരിക്കണം, എന്നാൽ തുരുമ്പടിക്കാനും പാടില്ല. സോ നമ്മുടെ ഈ ഒരു പീസ് ഞാനൊന്ന് മാറ്റി കാണിക്കാം. ഇതൊരു വലിയ ഹോളായി മാറിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനൊരു കമ്പ് വെച്ച് നമ്മൾ വെച്ചിരുന്ന ആ തടി പീസിനെ ഒന്ന് പൊക്കി പിടിച്ചിരിക്കുക. അപ്പോൾ എന്താ, ഈ തടിയില്ലെങ്കിൽ കോഴിയുടെ കാഷ്ടയെല്ലാം നേരെ താഴേക്ക് വീഴും. അപ്പോളേ നമുക്ക് നമ്മുടെ ഇവനെ തിരിച്ചിങ്ങോട്ട് തന്നെ വെച്ചേക്കാം. അപ്പോൾ കോഴി കാഷ്ടം ഇടുന്നതല്ല ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടോളും. അപ്പോൾ നമുക്കിതെടുത്ത് കഴുകിയാലും മതി, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് വിടുകയും ചെയ്യാം. ഇതൊക്കെ സംഭവിച്ചതേ കാലപ്പഴക്കം കൊണ്ടാണ്. വർഷങ്ങളായിട്ടുള്ള ഉപയോഗം, ഡെയിലിയുള്ള യൂസ്, ഡെയിലിയുള്ള കഴുക്ക്, പിന്നെ കോഴിയുടെ ഡെയിലിയുള്ള കാഷ്ടം വീണിട്ട് ആ ഷീറ്റിൽ മുഴുവൻ ആ കെമിക്കലാകുന്നത്.
ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സാണ് ഇതിനെ ഇത്രയാക്കിയെടുത്തത്. ഇനി നമുക്കിത് മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എൻ്റെ കോഴിക്കൂടിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇതാണ്. സംഭവം വെളിയിൽ നിന്ന് കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അകത്തോട്ട് കയറുമ്പോൾ വിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലെ വിശാലമായ ഹോളുകളാണ്. പക്ഷെ ഫങ്ഷനിങ്ങിന് ഒരു പ്രശ്നവും നടന്നിട്ടില്ല. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ബയോഗ്യാസും വർക്ക് ചെയ്യുന്നു, ഗ്യാസും കിട്ടുന്നു, സ്ലറിയും കിട്ടുന്നു. നമ്മുടെ കോഴിക്കൂടിൻ്റെ ഈ മുമ്പിലത്തെ പോർഷന് ഒരു ഡാമേജ് സംഭവിച്ചിട്ടില്ല. കാരണം ഇവിടെ വെള്ളം വീഴുന്നില്ല, കോഴിയുടെ കാഷ്ടവും വീഴുന്നില്ല. ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തതാണ്, ചെറിയ മെഷ് വെച്ച്. ഇത് നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. കോഴിക്കൂടിന് ആസച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഇരിക്കുന്നതേ 10 കോഴികളെ വീട് വിടുന്ന 2 കൂടാണ്. ഈ 10 കോഴികളെന്ന് പറയുന്നത് ഇവിടെ 2 കമ്പാർട്ട്മെൻ്റായിട്ടാണ്, 5-5 വീതമാണ് ഇവർക്കുള്ള പൊസിഷൻ. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണമാണ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് ഒരു ഫ്രെയിമിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കൂടിന് ആസച്ച് ഇങ്ങനത്തെ മെഷാണ്, കുറച്ച് കണ്ണി അകലമുള്ള മെഷാണ്. അപ്പം കോഴിയുടെ കൂടിൻ്റെ മുകളിൽ കൂടെ പാമ്പ് കയറി വരുന്നതും പിന്നെ കീരി വരുന്നതും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു തിൻ മെഷ് വെച്ചിരിക്കുന്നത്. ഈ മെഷിനാണെങ്കിൽ അകലം തീരെ കുറവാണ്. അപ്പോൾ പിന്നെ ഇവിടെയെല്ലാം ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിവിടെ വരെ കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. കോഴിയുടെ മുട്ടയെടുക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇത് പൊക്കിയാണ്. അപ്പോൾ ഇത്രയും ഏരിയ നമ്മളൊന്ന് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ കോഴിക്കൂട് നമുക്ക് സെയിം തന്നെ യൂസ് ചെയ്യാം. നമുക്ക് മാറ്റേണ്ടത് മെറ്റൽ ഫ്രെയിമും ഈ ഷീറ്റും, മെറ്റൽ ഷീറ്റും. ഇത് മാത്രം മാറ്റിയാൽ മതി. കോഴിക്കൂടിന് ഒരു ഡാമേജ് സംഭവിച്ചിട്ടില്ല. ഇത്രയും വർഷങ്ങൾ നടന്നു പോയെങ്കിലും കോഴിക്കൂട് ഒരു കേടും വരാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഈ കൂടിൻ്റേതും ഈ മെറ്റൽ ഫ്രെയിമിൻ്റെയും കൂടി ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതുവഴി കീരി കയറുമായിരുന്നു. പിന്നെ കാക്കകളാണെങ്കിലും ഇവിടെ വന്നിട്ട് മുട്ട കുത്തിയെടുക്കും. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മളിങ്ങനൊരു മെഷ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കൊളുത്തേൽ ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കാക്കയ്ക്കാണേലും കീരിക്കാണേലും ഈ വഴി കയറാൻ പറ്റില്ല. ഇവിടെയാണ് മുട്ട വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടിനൊരു ചെറിയ സ്ലോപ്പുണ്ട്. മുട്ട ഇട്ട് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വന്ന് കിടക്കും. ഇപ്പോൾ ഇവിടെ 2 മുട്ട കിടപ്പുണ്ട്. അപ്പോൾ കാക്കകൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിരുന്നിട്ട് മുട്ട കൊത്തിയെടുക്കും. അതെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു മെഷ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാക്കകൾക്ക് ഇതിനകത്തോട്ട് കയറാനോ ഒന്നും പറ്റില്ല. സോ കോഴിക്കൂട് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ബാക്കിയെല്ലാം നമ്മൾ അഡീഷണലായിട്ട് ചെയ്തതാണ്. സോ ഇങ്ങനൊരു വർക്ക് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ബയോഗ്യാസിലേക്ക് നമ്മുടെ കോഴിക്കൂടിനെ കണക്ട് ചെയ്യാനും പറ്റിയത്. പിന്നെ മഴയും വെയിലും ഒന്നും കൊള്ളാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുകയാണ്. ഈ കൂടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ 2 കാല് കൊടുത്ത് നമ്മൾ നമ്മുടെ ഔട്ട് ഹൗസിൽ നിന്ന് ഒരു ചായ്പ് പോലെ ഇങ്ങനെ ചെരിച്ച് ചെയ്തിരിക്കുക. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ചായ്പിൻ്റെ ഷീറ്റിനകത്താണ് ഈ നമ്മുടെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ 2 പേരും മുട്ടയിട്ടു. നമുക്ക് അതും കൂടെ അങ്ങ് എടുത്തേക്കാം. അങ്ങനെ 2 മുട്ടയും കിട്ടി. 14 പേരിൽ 12 പേരും ഓൾമോസ്റ്റ് എവ്രി ഡേ മുട്ടയിടും. കോഴിയുടെ കാഷ്ടം വീണാൽ ദ്രവിക്കാത്തതും ഡെയിലി വെള്ളം വീഴുമ്പം കുതിർന്നു പോകാത്തതുമായ ഏത് മെറ്റീരിയലാണ് നമുക്കവിടെ അടിക്കാൻ പറ്റുക? സജഷൻസിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അറിയാവുന്നവർ പറഞ്ഞു തരണേ.